ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2119. ഇന്ന് ഒക്ടോബർ മാസം 19-ാം തീയതി 292-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ക്രിസ്തുയേശുവിന്റെ ഒരു പുതിയ കൽപ്പനയുണ്ട്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിലവിലുള്ള കൽപ്പനകളൊക്കെ മോശമായതുകൊണ്ടൊന്നുമല്ല. 10 കൽപ്പനകളുടെ ശരിക്കും സത്യവും സാരാംശവുമാണ് കർത്താവ് ഈ ചെറിയ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. സ്നേഹം. ഒരുപാട് ഏങ്കോണിപ്പുകൾ നിറഞ്ഞ ലോകത്തില് ഈ ഒരു വാക്ക് വല്ലാതെ സ്വാധീനം പുലർത്തുന്നുണ്ട്. ഉറപ്പാണ്, കർത്താവ് ഒരിക്കല് തന്നെ സ്നേഹിച്ച ഒരുവനോട് ചോദിച്ചായിരുന്നു, അതും ഒരു പ്രാതലിന് ശേഷം. അവനെ കൂട്ടി നടക്കുകയാണ്. അവനോട് ചോദിച്ചു, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഒരു തവണയല്ല, 3 തവണ ഈ ചോദ്യം നമ്മുടെ കർത്താവ് അവനോട് ആവർത്തിച്ചു. പത്രോസിനോടായിരുന്നു. അവസാനമായ കരഞ്ഞുപോയി. നമ്മൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്നതായി ഭാവിക്കുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിശ്രമിക്കുന്നുണ്ട്. അവരോടൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ചാൽ, അവരൊക്കെ നമ്മളോട് തിരിച്ച് അങ്ങനെയൊന്ന് ആവശ്യപ്പെട്ടാൽ തീർന്നു പോകാവുന്നത്ര കുറച്ച് സ്നേഹം മാത്രമാണ് കിട്ടിയതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അതോടുകൂടി അവർക്കിടയിൽ ക്ഷോഭമുണ്ടാവും. പിന്നീട് അവിശ്വാസത്തിന്റെ കണക്ക് പറച്ചുകളൊക്കെ ഉയർത്തെഴുന്നേൽക്കും. സ്നേഹമൊക്കെ വല്ലാതെ പ്രൊഫഷണലായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ സാമർഥ്യത്തോടെയാണ് എല്ലാവരും അത് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണ് അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ഒരു ഒരു സ്നേഹഗീതം എഴുതിയിട്ടുണ്ട്. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ്. 1-ാം പുസ്തകത്തിന്റെ 13-ാം അധ്യായം. അതുവന്ന് ഈ നല്ല ഞായറാഴ്ച ആരാധനയ്ക്ക് മുമ്പും ആരാധനയ്ക്ക് ശേഷമൊക്കെ ഒന്ന് വായിച്ച് പോകേണ്ടതാണ്. വിശുദ്ധ കുർബാനയും സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ, അതിനുമപ്പുറത്തേക്ക് കൈകൾ വിരിച്ചു പിടിക്കാനില്ലാത്തത്ര അളവിൽ സ്നേഹത്തിന്റെ പ്രകടനവും കൂടിയാണ്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, എടുത്തുകൊടുക്കുക. അതിനപ്പുറത്തേക്കൊന്നും തരാനായിട്ട്, നൽകാനായിട്ട് ഇല്ല. അവസാനത്തേതും കൂടി നൽകിക്കൊണ്ട് സ്നേഹിക്കുകയാണ്. ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? നല്ലൊരു ഉത്തരം കൊടുക്കാനായിട്ട് ഈ നല്ല ഞായർ ആരാധനയെ തുടർന്ന് നമുക്ക് കുറെ കൂടി നമ്മളെ ഒന്ന് പാകപ്പെടുത്താം. ആമേൻ.